ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡേവിഡ് മാലൂഫ് എഴുതിയ വൈൽഡ് ലെമൺസ് എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. ഈ പോയത്തിലെ 5 ലൈൻസാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് 5 ലൈൻസ് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. Through all those years keeping the present open to the light of just this moment, that was the path we found. You might call it a promise that starting out among blazed trunks, the track would not lead nowhere. That being said, വൈൽഡ് ലെമൺസ് കാട്ടുനാരങ്ങകൾ എന്ന കവിതയിലൂടെ കവി അദ്ദേഹത്തിൻ്റെ നൊസ്റ്റാൾജിക്കായ മെമ്മറീസാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ കവിയുള്ളത് UK-യിലാണ്. അദ്ദേഹം UK-യിലേക്ക് പോകുന്നതിന് മുൻപ് താമസിച്ചിരുന്നത് ദ്വീപ് രാജ്യമായ ഓസ്ട്രേലിയയിലാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഓസ്ട്രേലിയയിലാണുള്ളത്. കവിതയുടെ തുടക്കത്തിൽ കവി ഭൂതകാലത്തെപ്പറ്റിയും വർത്തമാനകാലത്തെപ്പറ്റിയും പരാമർശിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവം കവി വിവരിക്കുന്നു. 1980-ലാണ് ഈ ഒരു പോയം പബ്ലിഷ് ചെയ്യുന്നത്. ക്യാപ്റ്റൻ ജെയിംസ് ഹുക്ക് ഒരു ബ്രിട്ടീഷ് പര്യവേഷകനായിരുന്നു. തുടർന്ന് അദ്ദേഹം ഓസ്ട്രേലിയ കണ്ടെത്തി. പിന്നീട് ബ്രിട്ടീഷുകാർ അതിനെ കോളനിയാക്കി മാറ്റി. കോളനിയാക്കിയതിനെ തുടർന്ന് അവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കൂടാതെ അവർ ഒരുപാട് സഫർ കൂടി ചെയ്തു. ത്രൂ ഓൾ ദോസ് ഇയേഴ്സ് കീപ്പിംഗ് ദ പ്രസൻറ്റ് ഓപ്പൺ ടു ദ ലൈറ്റ് ഓഫ് ജസ്റ്റ് ദിസ് മൊമെൻറ്റ്. ഇവിടെ ഭൂതകാലത്തെ ഓർമ്മകൾ കവി പ്രസൻ്റായ ടൈമിലും സൂക്ഷിക്കുന്നുണ്ട്. ഹി ഈസ് നൊസ്റ്റാൾജിക് എബൌട്ട് ദ പാസ്റ്റ്. പാസ്റ്റിലുണ്ടായ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട്, ഒരു വർത്തമാന കാലത്തിലും. ഇവിടെ കവിതയുടെ പേര് തന്നെ വൈൽഡ് ലെമൺസ് എന്നാണ് അല്ലേ. അപ്പം നാരങ്ങ എന്നത് പുറമെ ഭയങ്കര ടഫാണ്, അതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. പക്ഷേ എന്താണ്, എല്ലാ രാജ്യത്തിലും നാരങ്ങയ്ക്ക് ഒരേ കളറാണ്, ഒരേ ഫ്ലേവറാണ് അല്ലേ, ഒരേ ടേസ്റ്റാണ്. കാട്ടു നാരങ്ങകൾ ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് മലൂഫിൻ്റെ ഓസ്ട്രേലിയൻ ഹോംലാൻഡിനെയാണ്. ദാറ്റ് വാസ് ദ പാത്ത് വി ഫൗണ്ട്. യു മൈറ്റ് കോൾ ഇറ്റ് എ പ്രോമിസ് ദാറ്റ് സ്റ്റാർട്ടിംഗ് ഔട്ട് എമംഗ് ബ്ലേസ്ഡ് ട്രങ്ക്സ് ദ ട്രാക്ക് വുഡ് നോട്ട് ലീഡ് നോവെർ. ദാറ്റ് ബീയിങ് സെറ്റ്. ഇവിടെ പറയുന്നത് വി എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമാണ്. അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഓസ്ട്രേലിയയിൽ നിന്നും യൂറോപ്പിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ ഒരുപാട് മരത്തിൻ്റെ ശിഖരങ്ങളുണ്ട്. ട്രങ്ക്സ് മീൻസ് ബ്രാഞ്ചസ് ഓഫ് എ ട്രീ. മരത്തിൻ്റെ ശിഖരങ്ങളെയാണ് ട്രങ്ക്സ് എന്ന് പറയുന്നത്. അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന വഴിയോരത്തുള്ള മരങ്ങളെല്ലാം തന്നെ, അതിൻ്റെ ട്രങ്ക്സ് എല്ലാം തന്നെ എല്ലാ കാലാവസ്ഥയും അനുഭവിച്ചു. അതായത് കാലാവസ്ഥകളുണ്ടല്ലോ, ചൂട്, തണുപ്പ്, അങ്ങനെയുള്ള എല്ലാ കാലാവസ്ഥയും ആ മരങ്ങളുടെ ശിഖരങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആ മരക്കൊമ്പുകൾ കവിക്കും അയാളുടെ കൂട്ടുകാരന്മാർക്കും ബ്രൈറ്റായ ഒരു ഫ്യൂച്ചറും സന്തോഷകരമായ ഡെസ്റ്റിനേഷനും നൽകി. ഡൗൺ ഹിയർ എമംഗ് വൈൽഡ് ലെമൺസ് അവർ ബോഡീസ് വേർ എക്സ്പെക്റ്റഡ് അറ്റ് ആൻ ഒക്കേഷൻ അപ്പ് അഹെഡ് ദാറ്റ് വുഡ് നോട്ട് ടേക്ക് പ്ലേസ് വിതൗട്ട് അസ്. One proof was the tough-skinned fruit among their thorns. Someone had been there before us. കവിയുടെ ശരീരമുള്ളത് പ്രസൻറ്റ് സിറ്റുവേഷനിലും എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ ഉള്ളത് പാസ്റ്റിലുമാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സ്കൂളിലെ ക്ലാസ്സിൽ പോയിട്ട് ഇരിക്കുകയാണ്. ടീച്ചർ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ആ സിറ്റുവേഷനിൽ നമ്മുടെ ശരീരം മാത്രമായിരിക്കും ചിലപ്പം ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ. നമ്മുടെ മൈൻഡ് ഫുള്ളും എവിടെയായിരിക്കും? ഒന്നുകിൽ നമ്മുടെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. നമ്മുടെ മൈൻഡ് പല രീതിയിലും സഞ്ചരിക്കാം. അതുപോലെയാണ് കവിക്കിപ്പോൾ ഉള്ളത്. കവിയുടെ മനസ്സിൽ അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ലെമൺ ട്രീയുടെ അടുത്താണ്. ഇവിടെ ഒരു ഇമേജിനറി ഉണ്ട്. ഹിയർ ലെമൺ ആക്ട്സ് ആസ് സിംബൽ ഓർ എ തിങ് ത്രൂ വിച്ച് ഹി റിമെമ്പേഴ്സ് ഹിസ് ആൻസിസ്റ്റേഴ്സ് ഓർ ആൻസിസ്ട്രൽ ലാൻഡ്. ഇവിടെ ലെമൺസ് കവിയുടെ പൂർവികരെയോ അല്ലെങ്കിൽ ആൻസിസ്ട്രൽ ലാൻഡിൻ്റെയോ പ്രതീകമാണ്. ലെമണിൻ്റെ പുറന്തൊലി നല്ല ഹാർഡാണ്. ഇത് പൂർവികരെയാണ് സൂചിപ്പിക്കുന്നത്. ഓസ്ട്രേലിയയിൽ കോളനിവൽക്കരിച്ചപ്പോൾ ആൻസിസ്റ്ററിൻ്റെ മൈൻഡൊക്കെ നാരങ്ങയുടെ പുറന്തൊലി പോലെ ടഫായി മാറിയെന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർക്ക് അവിടെയുള്ള ആളുകളെ മാത്രമേ കോളനൈസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ പ്രകൃതിയെ അവർക്കൊരിക്കലും കോളനൈസ് ചെയ്ത് മാറ്റാൻ സാധിച്ചിരുന്നില്ല. And planted these
the sunlight to be sliced for drinks. They had adopted in their own way and to other ends. Another was the warmth of our island, sitting still in its bay, at midnight humming. ഇവിടെ സൂര്യൻ സിംബലൈസ് ചെയ്യുന്നത് പുതിയ ദിവസത്തെയും പുതിയ പ്രതീക്ഷയെയുമാണ്. ഇവിടെ നാരങ്ങയെ സൂര്യനുമായി താരതമ്യപ്പെടുത്തുന്നുണ്ട്. താരതമ്യപ്പെടുത്താൻ കാരണം നാരങ്ങയുടെ ആകൃതിയാണ്. ലെമൺ ജ്യൂസിനെ പറ്റിയും ഇവിടെ പറയുന്നുണ്ട്. ലെമൺ ജ്യൂസ് ഒരു പുതിയ ദിവസം പോലെ റിഫ്രഷിംഗ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. വൈൽഡ് ലെമൺസ് വിവിധ കാലാവസ്ഥകളോടും പൊരുത്തപ്പെടുകയും അതിജീവിക്കുകയും ചെയ്തതാണ്. കാരണം വൈൽഡ് ലെമൺ എന്നത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. എന്നാൽ മനുഷ്യൻ കാലത്തിനനുസരിച്ച് മാറാം. എന്നാൽ പ്രകൃതി അങ്ങനെയല്ല. നാരങ്ങകൾ ഏത് രാജ്യത്ത് വളർന്നാലും അതിൻ്റെ ടേസ്റ്റ് എന്നും ഒരുപോലെയാണ്. കവിയുടെ ചിന്തകൾ അടുത്തതായി പോകുന്നത് ഓസ്ട്രേലിയയിലേക്കാണ്. And rising to its own concerns, but back, heat struck, lapped by clean ocean waters at dawn. The present is always with us, always open. Through to what? Out there, in the dark we are making for us 7 o'clock. Poet describes his country that there is a lot of heat, but clean and clear atmosphere. ഇവിടെ കവി വിവരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ പറ്റിയിട്ടാണ്. അവിടെ ധാരാളം ചൂടുണ്ട്, എന്നാൽ അവിടെ ശുദ്ധമായ ജലവും തെളിഞ്ഞ അന്തരീക്ഷവും നല്ല തണുപ്പുള്ള പ്രഭാതവുമാണുള്ളത്. ഓസ്ട്രേലിയയിലെ ചൂട് ആസ്വദിച്ച അതേ ശരീരം ഇപ്പോൾ താമസിക്കുന്നത് യൂറോപ്യൻ കൺട്രിയിലാണ്. ഇവിടെ ഓപ്പൺ എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഫ്രീഡത്തെയാണ്. പകൽ മുതൽ രാത്രി വരെ പ്രകൃതിയും സമയവും ഒരേ പാതയിലാണ് പിന്തുടരുന്നത്. എന്നാൽ മനുഷ്യരുടെ ഭാവി പ്രവചിക്കാൻ പറ്റാത്തതാണ്. Strikes the gin goes down and starling gather. Who can tell? Compacts made of silence, as a flute tempts out a few reluctant stars to walk over the water. I lie down in different weather now through the same body, which is where that rough track led. Our sleep is continuous with the dark, or the portion of it that is this day's night. The body tags along as promised to see what goes. What goes is time and clouds melting into tomorrow of our breath. A scent of lemons run wild in another country, but smelling always of themselves. Now poet describes his new lifestyle and the nature around him. കവി ഇവിടെ വിവരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ ജീവിതശൈലിയും ചുറ്റുമുള്ള പ്രകൃതിയുമൊക്കെയാണ്. പക്ഷേ അവിടെയുള്ള ലെമൺസിന് ഒരു ചേഞ്ചും സംഭവിച്ചിട്ടില്ല. വസ്തുക്കളും മനുഷ്യരും മാത്രമാണ് സമയത്തിനനുസരിച്ച് മാറുന്നുള്ളൂ. ഹി ഈസ് നൊസ്റ്റാൾജിക് എബൌട്ട് ഹിസ് പാസ്റ്റ്. അവിടെയുള്ള നേച്ചർ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ ആനന്ദമാക്കിയിരിക്കുന്നു. അറ്റ്മോസ്ഫിയർ ഡാർക്ക് ആയാൽ, അതായത് ഇരുണ്ട അറ്റ്മോസ്ഫിയർ ആയാൽ, അതായത് രാത്രി സമയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, എല്ലാവരും ഉറങ്ങും. മനുഷ്യൻ സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതേസമയം പ്രകൃതി സ്ഥിരമായ ഒന്നാണെന്ന് അദ്ദേഹം പറയുന്നു. ലെമൺസിന് അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതേത് രാജ്യത്ത് വളർന്നാലും അതിൻ്റേതായ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യും. നിറവും രുചിയും എന്നും സ്ഥിരമായിരിക്കും. ഒരു മനുഷ്യൻ എത്ര ദൂരം സഞ്ചരിച്ചാലും അവൻ്റെ ജീവിതശൈലി മാറ്റിയാലും തന്നെ അവൻ്റെ റൂട്ട്സ് എന്നും ജന്മനാട്ടിൽ തന്നെ നിലനിൽക്കും. അതൊരിക്കലും മാറ്റാൻ സാധിക്കില്ല.